നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടൽമണൽ ഖനനത്തിനെതിരെയുള്ള തീരദേശ ഹർത്താൽ മേഖലയിൽ പൂർണ്ണമായി. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും മഹാശിവരാത്രി ബലിതർപ്പണം നടന്നു. ആശാവർക്കർമാരുടെ സമരം അട്ടിമറിക്കുന്നതിനായി സർക്കാർ നൽകിയ ഉത്തരവ് കത്തിച്ച് കോൺഗ്രസ് പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. കടൽമണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ മേഖലയിൽ പൂർണ്ണമായിരുന്നു. മത്സ്യത്തൊഴിലാളികളെയും നാടിനെയും ബാധിക്കുന്ന ഖനന പ്രക്രിയയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. കയ്പമംഗലത്ത് മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കി ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂരിക്കുഴി കമ്പനിക്കടവിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മണി കാവുങ്ങൽ അധ്യക്ഷനായി. CITU നാട്ടിക ഏരിയ പ്രസിഡന്റ് BS ശക്തിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അംഗം KM വിജയൻ, ധീവരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, പഞ്ചായത്ത് അംഗം CJ പോൾസൺ, നേതാക്കളായ ദിവാകരൻ കുറുപ്പത്ത്, NK സുരേഷ്, ER ജോഷി, മണി ഉല്ലാസ്, PK സുകന്യ, RR രാജേന്ദ്രൻ, ശാന്തൻ കോവിൽ തെക്കേവളപ്പിൽ, TK ഉബൈദ് തുടങ്ങിയവർ സംസാരിച്ചു. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും കാർബൺ ഉൾപ്പെടെയുള്ള ഓക്സൈഡുകളെ നിയന്ത്രിക്കുന്നതിലും കടലിന്റെ പ്രാധാന്യം ശാസ്ത്ര സമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്. ലോകത്ത് നടക്കുന്ന പാരിസ്ഥിതിക ഉച്ചകോടിയിലെല്ലാം തന്നെ പ്രധാനമായും ചർച്ചാ വിഷയമായിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിയുടെ സന്തുലനാവസ്ഥയും തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് കടലിനെയും കടൽ സമ്പത്തിനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിയമം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കടൽമണൽ ഖനനത്തിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താലിനോടനുബന്ധിച്ച് നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ചേർന്ന യോഗം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തെയും കടലിനെയും കൊള്ളയടിക്കുന്ന ഒരു പുതിയ പരിപാടിക്ക് കേന്ദ്രം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഓഫ്ഷോർ മൈനിങ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ സമുദ്രാതിർത്തിക്കുള്ളിലെ ഖനന അധികാരം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയും അതുവഴി നമ്മുടെ കടലിൽ നിന്ന് ടൺ കണക്കിന് മണലെടുക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. നാട്ടിക ബീച്ചിൽ നിന്നും ആരംഭിച്ച പ്രകടനം നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പനക്കൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, ധീവരസഭ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PV ജനാർദ്ദനൻ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, AITUC നേതാവ് CS മണി, UK ഗോപാലൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, PC ജയപാലൻ, സന്തോഷ് ആളുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. PM സിദ്ദീഖ്, KA കബീർ, MD ശശി, സീമ രാജൻ, KR ദാസൻ, കണ്ണൻ പനക്കൽ, ഭാരതി വേലായുധൻ, ജിഹാസ് നാട്ടിക തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന ദിവസം വൈകിട്ട് പടപ്രവേഗ ഫോക്ക് ബാൻഡിന്റെ നാടൻപാട്ട്, തൃപ്രയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രയുടെ നൃത്താഞ്ജലി, പുലർച്ചെ വർണ്ണമഴ എന്നിവ നടന്നു. ദേവസ്വം പ്രസിഡന്റ് KN രാജൻ, സെക്രട്ടറി PK ജയൻ, ട്രഷറർ ലാൽ ആളുപറമ്പിൽ, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
പതിഞ്ഞ മണ്ണിവിടെ പൂജ്യരായ മഹാത്മാക്കളുടെ പാദം പതിഞ്ഞ മണ്ണിവിടെ ഈ ബ്രഹ്മ മനോഹര തീരം. ഓം നമ ശിവായ, ഓം നമ ശിവായ. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിൽ വാവു ബലിതർപ്പണം നടന്നു. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ ബലിതർപ്പണത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. താണിയത്ത് സുധൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ദേവസ്വം ഭാരവാഹികൾ നേതൃത്വം നൽകി. കഴിമ്പ്രം വ്യാസ ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിമ്പ്രം സ്വപ്ന തീരത്ത് ശിവരാത്രിയോടനുബന്ധിച്ച് വാവുബലി തർപ്പണം നടന്നു. പുലർച്ചെ 4 മണിയോടെ ആരംഭിച്ച ബലിതർപ്പണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ആചാര്യൻ ഗോകുൽ ശാന്തി മുഖ്യ കാർമ്മികനായി. സജിത സുഭാഷ്, വിജയകുമാർ, സജീവൻ, ശ്രീദേവി, സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. രാഹവേ കേതവേ നമോ നമഃ. ഇഷ്ടദേവതേഭ്യോ നമഃ. കുലദേവതേഭ്യോ നമഃ. ഗ്രാമദേവതേഭ്യോ നമഃ. വാസ്തുദേവതേഭ്യോ നമഃ. നക്ഷത്രദേവതേഭ്യോ നമഃ. സർവേഭ്യോ ദേവേഭ്യോ നമഃ. സർവേഭ്യോ പിതൃഭ്യോ നമോ നമഃ. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ ഗുരുക്കന്മാരെയും ഗുരുകാർണവന്മാരെയും മരിച്ചുപോയ എല്ലാ പിതൃക്കളെയും ഇഷ്ടദേവത, കുലദേവത, ഗ്രാമദേവത എന്നീ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതുമായ സർവ്വദേവീ ദേവഗണങ്ങളുടെയും പരിപൂർണമായ അനുഗ്രഹത്തിനായി നല്ലപോലെ മനസ്സാൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കടൽ മണൽ ഖനനത്തിനെതിരെ വ്യാഴാഴ്ച നടന്ന തീരദേശ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിപിഐ നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ പ്രതിഷേധ സദസ്സ് നടത്തി. സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഐതിഹാസികമായ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഹർത്താലിനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ട്രേഡ് യൂണിയൻ സംഘടനകളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് പ്രധാനപ്പെട്ട കാരണം ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ പൊതുസമ്പത്തായിരിക്കുന്ന പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അടിയറവയ്ക്കാൻ അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതാണ്.
ബ്ലൂ എക്കണോമിയുടെ മറവിൽ രാജ്യത്തിന്റെ തീരപ്രദേശത്തും ആഴക്കടലിലും ഖനനം നടത്തിയാൽ പരിസ്ഥിതിയെയും കടലിന്റെ ആവാസ വ്യവസ്ഥയെയും മാത്രമല്ല കടലിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെയും ഗുരുതരമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തീരപ്രദേശം കോർപ്പറേറ്റ് ഭീമന്മാർക്ക് കൈമാറാനുള്ള ഗൂഢപദ്ധതിയാണ് ഇതിന് പിന്നിൽ. ഈ നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും ഈ വിഷയത്തിൽ BJP നേതാക്കൾ അഭിപ്രായം പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ് അധ്യക്ഷനായി. ഷീന പറയങ്ങാട്ടിൽ, MV സുരേഷ്, സജ്ന പർവീൻ, M സ്വർണലത, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KM കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ 4 ദിവസങ്ങളിലായി നടത്തിവന്നിരുന്ന ഫുട്ബോൾ മത്സരം സമാപിച്ചു. 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിച്ച ടീമുകൾക്ക് സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമൽ, PTA പ്രസിഡന്റ് CS സുനിൽകുമാർ, ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ് എന്നിവർ ചേർന്ന് ട്രോഫികൾ സമ്മാനിച്ചു. എബ്രഹാം ബേസിൽ, ഡെയ്ക്കോ ഡേവിസ്, മുൻ അധ്യാപകൻ MD പീറ്റർ, ദിനേശ് മാഷ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വിജയികളായ കുട്ടികളെ മാനേജർ, PTA അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ അഭിനന്ദിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത അംഗൻവാടികൾ, ഹരിത അയൽക്കൂട്ടം, ഹരിത ടൗൺ, ഹരിത കവല തുടങ്ങിയവയുടെ പ്രഖ്യാപനം നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ ബിനീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, പഞ്ചായത്ത് അംഗങ്ങൾ, അംഗനവാടി അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. അങ്ങനെ ഓരോരുത്തരും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഗ്രാമം വളരെ നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഗ്രാമമായി തീരും. മാലിന്യങ്ങൾ അവിടേക്കും ഇവിടേക്കും തിരിഞ്ഞാൽ കാണില്ല. നമ്മൾ ഒരു മിഠായി തിന്നാൽ കടലാസ് അങ്ങോട്ട് ഇടാതിരിക്കുക, അത് കൈപ്പിടിക്കുക, അത് കൊണ്ടു ചെന്ന് വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടു ചെന്ന് വെക്കുക. മാലിന്യമുക്ത കേരളം, അതുപോലെ തന്നെ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലേറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഒരു മനുഷ്യൻ ഏറ്റവും നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും വേണം, അല്ലേ? ഇപ്പം എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്? ആരോഗ്യമില്ലാത്ത മനസ്സാണ് അതൊക്കെ ചെയ്യിക്കുന്നത്. നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ, നമുക്ക് ആരോഗ്യമില്ലാത്ത ശരീരമാണെങ്കിലും നമ്മൾ ഒന്ന് പെടഞ്ഞെണീറ്റ് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. വാടാനപ്പള്ളി ബീച്ച് അമൃതതീരം പിതൃതർപ്പണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാടാനപ്പള്ളി ബീച്ചിൽ ശിവരാത്രി വാവുബലി നടത്തി. പ്രതീഷ് ശാന്തി വലപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് സമിതി പ്രസിഡന്റ് ജയമോഹൻ, സെക്രട്ടറി വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. ആരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം നാരായണം മഹാവിഷ്ണും വാസുദേവം ജഗത്പതിം പിതൃശാപ വിമുക്ത്യർത്ഥം അധശാന്തിം പ്രയശ്ചമേ. ഓം നമോ നാരായണായ. ഓം നമഃ ശിവായ. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ തൃത്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ശംഖാഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാംപറമ്പ് മനയിൽ കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തൃത്തല്ലൂർ ഗാന്ധിഗ്രാമം കലാ സാംസ്കാരിക വേദിയുടെ കാവടി, കലാരൂപങ്ങളും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടുമുണ്ടായി. 3 മണിക്ക് ശേഷം നടപ്പുരയിൽ എഴുന്നള്ളിപ്പും 6 മണിക്ക് 4 ഗജവീരന്മാരോട് കൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, നെയ്വിളക്ക്, തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരുന്നു.
ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത്, അംഗങ്ങളായ ഗിരീഷ് മാത്തുക്കാട്ടിൽ, സുശീൽ ചാളിപ്പാട്ട്, പ്രവീൺ ചെറുകര, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് MP ഭാസ്കരൻ, സെക്രട്ടറി നന്ദകുമാർ ഇത്തിക്കാട്ട് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നാട്ടിക സൗത്ത് SNDP LP സ്കൂളിൽ വാർഷികാഘോഷവും ഷിജി ടീച്ചർക്കുള്ള യാത്രയയപ്പും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളില്ലാതെ വിദ്യാലയങ്ങളെല്ലാം അടച്ചു പോകുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ നിരവധി വിദ്യാലയങ്ങളില്ലാതായി. അധ്യാപകരുടെ ഒന്നും കുഴപ്പം കൊണ്ടല്ല, കുട്ടികളെ കൊണ്ടുപോയി ഇതേപോലെയുള്ള വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ ആളുകൾ മടി കാണിക്കുന്നു. അവരെല്ലാം പണം കൊടുത്ത് വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുമെന്ന് പ്രത്യാശിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ ചുറ്റുപാടും നിരവധി ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾ, CBSE സ്കൂളുകൾ, ICSE സ്കൂളുകളൊക്കെ വന്നത് ഈ അടുത്ത കാലത്താണ്. അപ്പം അതൊക്കെ വന്ന് തുടങ്ങിയ കാലത്ത് ഇത് നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തെ വിദ്യാലയങ്ങൾ, എയ്ഡഡ് സ്കൂളുകളും സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്താണ്? TD വിനീത അധ്യക്ഷയായി. വലപ്പാട് അഡീഷണൽ SI സദാശിവൻ മുഖ്യാതിഥിയായിരുന്നു. LSS വിജയ് മുഹമ്മദ് ഇഷാലിനെ ചടങ്ങിൽ അനുമോദിച്ചു. വലപ്പാട് AEO KV അമ്പിളി ഉപഹാര സമർപ്പണം നടത്തി. പ്രധാനാധ്യാപിക B ചിത്ര, മാനേജ്മെന്റ് പ്രതിനിധിയായ ആശ, അനില, സുമന പ്രദീപ്, SSG മെമ്പർ NK ഉദയകുമാർ, OSI പ്രസിഡന്റ് കരുണാകരൻ, MPTA പ്രസിഡന്റ് വിജിഷ അജിത്, സ്കൂൾ ലീഡർ ആരവ്, പൂർവാധ്യാപിക VM ഗംഗ, സ്റ്റാഫ് സെക്രട്ടറി KM ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളുമുണ്ടായി. പരിശീലനം പൂർത്തിയാക്കിയ SPC സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് തളിക്കുളം GVHSS ഗ്രൗണ്ടിൽ നടന്നു.
പോലീസ് ജില്ലയിലെ GVHSS വലപ്പാട്, GVHSS തളിക്കുളം, നാഷണൽ HSS ഏങ്ങണ്ടിയൂർ എന്നിവിടങ്ങളിലെ 132 കേഡറ്റുകൾ അണിനിരന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് മുഖ്യാതിഥിയായി. സ്റ്റുഡന്റ് കാഡറ്റ് എന്ന സംവിധാനം ഉണ്ടാക്കിയത് അത് നല്ല പൗരന്മാരായി നമ്മളെ വളർത്തുക എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകുന്ന മറ്റൊട്ടേറെ ഗുണങ്ങൾ, ആ ഗുണങ്ങളൊക്കെ ഒരു പൗരൻ എന്ന നിലയിൽ എക്സൽ ചെയ്യാൻ വേണ്ടി നമ്മളെയൊക്കെ സഹായിക്കും എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, വലപ്പാട് SHO MK രമേശ്, വാടാനപ്പള്ളി SHO ബിനു BS, തളിക്കുളം സ്കൂളിലെ PTA പ്രസിഡന്റ് MS സജീഷ്, പ്രധാന അധ്യാപകരായ അബ്സത്ത്, ഷീജ, ഷൈനി തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം സ്കൂളിലെ പരേഡ് കമാൻഡർ കിഷൻ TS, സെക്കൻഡ് ഇൻ കമാൻഡർ ഫൗസിയ PS എന്നിവർ പരേഡ് നയിച്ചു. ദേശീയ പതാകയെ സാക്ഷി നിർത്തി കേഡറ്റുകൾ സത്യപ്രതിജ്ഞ ചെയ്തു. മികച്ച കേഡറ്റുകൾക്ക് ഉപഹാരങ്ങൾ നൽകി. CPOമാരായ KJ പ്രേംകുമാർ, ഡാഗി, ധീരജ് എന്നിവർ നേതൃത്വം നൽകി. ശ്രീഹരി നയിക്കുന്ന രണ്ടാമത്തെ പട്രോളാണ് ഡൈസിലൂടെ കടന്നു പോകുന്നത്. ആദ്യം നയിക്കുന്ന നാലാമത്തെ പട്രോളാണ് ഡൈസിലൂടെ കടന്നു പോകുന്നത്. ആറാമത്തെ പട്രോളാണ്. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് പിതൃബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രമേൽശാന്തി കലേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ KK ശേഖരൻ, KK പ്രതാപൻ, KM വിജയൻ, KS സന്തോഷ്, PV പ്രതാപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ ബലിതർപ്പണത്തിനായി എത്തിയിരുന്നു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് പിതൃബലിതർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി അഖിലേഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിക്രിയാദികൾ നടത്തിയത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ VK ചന്ദ്രശേഖരൻ, ശിവപ്രകാശൻ, മുരളി, സത്യൻ, ഷീജ ശിവൻ, ഭവാനി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വാങ്ങി നൽകിയ സ്ഥലത്ത് മാതൃഭൂമി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് വീടൊരുക്കി. മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കിയ എന്റെ വീട് പദ്ധതിയിൽ 86ാമത്തെ വീടാണ് വിദ്യാർത്ഥി അഖിൽ രാജിനും അമ്മ ഗീത സമൂഹമഠത്തിലിനും നൽകിയത്. സ്കൂളിന്റെ കൂടൊരുക്കം പദ്ധതിയിലാണ് 2023 3 സെന്റ് സ്ഥലം വാങ്ങി നൽകിയത്. തുടർന്ന് വീട് നിർമ്മാണ സഹായ കമ്മിറ്റി ചെയർമാൻ കിരൺ, കൺവീനർ TV ബാലകൃഷ്ണൻ, ട്രഷറർ വിനീത് പാറമേൽ എന്നിവരുടെ നേതൃത്വത്തിൽ വീട് നിർമ്മാണം നടത്തി. കാരമുക്കിലെ സന്നദ്ധ പ്രവർത്തകരും പൊതുപ്രവർത്തകരും നിർമ്മാണത്തിൽ പങ്കാളികളായി. വീടിന്റെ താക്കോൽദാന കർമ്മം മുരളി പെരുന്നള്ളി MLA നിർവഹിച്ചു. ചടങ്ങിൽ വീട് നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങിയ പൊതുപ്രവർത്തകൻ നെൽസൺ V മാത്യുവിനെ ആദരിച്ചു. മാതൃഭൂമി റീജിയണൽ മാനേജർ P വിനോദ് നാരായണൻ അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, സ്കൂൾ പ്രിൻസിപ്പൽ A അബിത, KK കിരൺ, ആൻസൺ ജോസഫ് എന്നിവർ സംസാരിച്ചു. തന്നെ നിങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവരെ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് അവരെ ഉറപ്പിക്കുക എന്നുള്ളത് എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നം പൂവണിയുന്ന ഒരു മനോഹരമായ മുഹൂർത്തമാണ് ഇന്നിവിടെ നടക്കുന്നത്. അവർ സ്വന്തമായൊരു വീട് ഇവിടെ നിർമ്മിച്ച് കൊടുത്ത് അതിൻ്റെ താക്കോൽ ദാന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അത് അമ്മ ഗീതയുണ്ട്, അഖിൽരാജും ഇവിടെ ഉണ്ട്. എല്ലാ ഇതിലെ പഠിക്കണേ, ഇതിലെല്ലാം പഠിക്കണേ, ഡിഗ്രിയാണ്. ആ ഡിഗ്രിക്ക് പഠിക്കുന്ന അഖിൽരാജും ആ കുടുംബത്തിന് ഉള്ള വീടിൻ്റെ താക്കോൽ ദാന ചടങ്ങ് നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. ഇടവേള.
ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. ആശാപ്രവർത്തകരെ സർക്കാർ ഭീഷണിപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ CS മണികണ്ഠൻ, KV സുകുമാരൻ, PC മണികണ്ഠൻ, മധു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പിൻബലമില്ലാതെ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ ആശാ വർക്കർമാരായ നിരവധി സഹോദരിമാർ ന്യായമായ അവകാശവാദ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിരന്തരമായ അവരുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കൊടുത്തു തീർക്കണം, അതുപോലെ തന്നെ വേതന വർധനവ് വേണം, കാലാനുസൃതമായ വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. നമുക്കറിയാം, 2004 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രൂപീകരിച്ച നാഷണൽ അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി പുത്തൻപിടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC ഫുൾ A+ കരസ്ഥമാക്കിയ അന്തിക്കാട് കല്ലിടവഴിയിൽ താമസിക്കുന്ന ഗിൽജി ബിജു കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ ഇത്ര ആൾക്കാർ എന്നെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് യൂഷ്വലി പേടി ഉണ്ടാവില്ലോ. അപ്പൊ എനിക്കിങ്ങനെ പറയാനെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇവിടെ വന്ന് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യാം. സജീവൻ അന്തിക്കാട്, സജീവൻ താനാപ്പാടം, കണ്ണൻ കൊച്ചത്ത്, ഫിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. കുട്ടംകുളം സ്വദേശി പുലിക്കോട്ടിൽ ഔസേപ്പ്, അന്തിക്കാട് സ്വദേശികളായ അക്ഷയ് നെച്ചിക്കോട്ട്, തോമസ് പുലിക്കോട്ടിൽ, ചാഴൂർ സ്വദേശി ഷാജി കൊട്ടേക്കാട്ട് എന്നിവരാണ് ഫെബ്രുവരി മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. മൊത്തം കണക്ഷൻ ചെയ്ത് കേരളത്തിൽ മൊത്തമുള്ള കണക്ഷൻ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ വലിയ സമ്മാനം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എടുക്കുന്ന സമ്മാനങ്ങൾ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് മാത്രമായിരിക്കും, അതിന് യാതൊരു തർക്കമില്ല. അപ്പൊ ഞങ്ങള് എല്ലാ പ്രാവശ്യവും സമ്മാനത്തിന് വിളിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യാറ് നമ്മുടെ തന്നെ കുടുംബങ്ങളിലുള്ള കുട്ടികളെ, ടാലന്റായ കുട്ടികളെ കൊണ്ടുവരിക. അങ്ങനെയാണ് നമ്മൾ ഗിൽമീനെ വിളിച്ചത്. തൃപ്രയാർ സരയൂ തീരത്ത് മഹാശിവരാത്രി അമാവാസി വാവുബലിതർപ്പണം നടന്നു. പുലർച്ചെ 4-ന് തുടങ്ങിയ ബലിതർപ്പണത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാമചന്ദ്രൻ ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ओम विश्वब्रह्मणे नमः, विशेष नाम से ओम अभुवनर्षये नमः, ओम क्रीमर्कराय द्रवे नमः, वेदांत द्रवे नमः, ब्राह्मणः चतुर् वाक्यस्थानं प्रतिष्ठयामि. दर्पരം ഉള്ളേ ധർമ്മമായിട്ട് പോയിട്ടുള്ളവരെ അതിന്റെ പേര് ധർമ്മ
अक्षय पुण्डरीकाक्षं मम पितरं मोक्षप्राप्तो मोक्षप्राप्तो തളിക്കുളം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ വെച്ച് മാർച്ച് 2 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 12 മണി വരെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നേത്രരോഗ തിമിര ശസ്ത്രക്രിയ, ജനറൽ ഫിസിഷ്യൻ, ENT, എല്ലുരോഗ വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ആയുർവേദ വിഭാഗം, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, ഫിസിയോതെറാപ്പി, BMD ടെസ്റ്റ്, സൗജന്യ മരുന്ന് വിതരണം എന്നിവയാണ് ക്യാമ്പിലുള്ളത്. ഏമൂർ ശിവപാർവതി ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷം ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച രാവിലെ ശ്രീരുദ്ര മന്ത്രധാര, മൃത്യുഞ്ജയ ഹോമം, അഷ്ടദ്രവ്യാഭിഷേകം, ഉമാമഹേശ്വര പൂജ, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മഹാദേവന് 5 ഇന്ദ്രിയങ്ങളായി സങ്കല്പത്തോടെ പഞ്ചബ്രഹ്മ പൂജ എന്നിവയും നടത്തി. ചടങ്ങുകൾക്ക് വെള്ളൂർ വൈക്കത്ത് ഷാജി നീലകണ്ഠൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടത്തിയ നിറമാല, ദീപക്കാഴ്ച എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ മാങ്ങാട്ടുകര വഴിയമ്പലം പാട്ടുകൂട്ടം അവതരിപ്പിച്ച ഭജന, കാരമുക്ക്, ആവണി, തിരുവാതിര സംഘം നടത്തിയ കൈകുട്ടിക്കളി എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് കലാസന്ധ്യയിൽ പങ്കെടുത്തവർക്ക് വെള്ളൂർ വൈക്കത്ത് സതീഷ് നാരായണൻ ഏമൂർ ശിവപാർവതി ക്ഷേത്രം വക മെമന്റോ നൽകി ആദരിച്ചു. ഇരുമുടിയില്ല മലരവില്ല ഒരു പിടിക്കരി പോലുമില്ല ഇരുമുടിയില്ല മലരവില്ല ഒരു പിടിക്കരി പോലുമില്ല കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി നാട്ടിക കൃഷിഭവൻ അഗ്രോ ക്ലിനിക്കിൽ വെച്ച് പരമ്പരാഗത വിത്തിനങ്ങളുടെ കൈമാറ്റം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് രജനി ബാബു കുംഭവിത്ത് മേള ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന കർഷകയായ ഇന്ദിര മാധവൻ നടുപ്പറമ്പിൽ പരമ്പരാഗത വിത്ത് കൈമാറ്റം നടത്തി. ഫെബ്രുവരി 27 തുടങ്ങിയ കുംഭവിത്ത് മേള ഫെബ്രുവരി 28 അവസാനിക്കും. വാർഡ് മെമ്പർമാരായ സുരേഷ് യാനി, മണികണ്ഠൻ CS, കൃഷി ഓഫീസർ ശുഭ, കൃഷി അസിസ്റ്റന്റ് ജിതിൻ KR എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KC റൈഹാന, വാർഡ് മെമ്പർ ദാസൻ എന്നിവർ മേള സന്ദർശിച്ചു. മുതിർന്ന കർഷകനായ ദിവാകരൻ കൊടപ്പുള്ളി, കാർഷിക വികസന സമിതി അംഗങ്ങളും കർഷകരും, കൃഷി ഉദ്യോഗസ്ഥരായ ദിവ്യ, സ്നിഗ്ധ, ഷംനാസ് ഷെരീഫ്, കൃഷ്ണാനന്ദ്, ബിപിൻ കുമാർ V, ബാബു, സുധി, പോളിനേറ്റർമാർ എന്നിവരും മേളയിൽ പങ്കെടുത്തു. കേരളത്തിൽ അല്ലെങ്കിൽ മൊത്തം ആളുകളിൽ ഇത് ഒരുപാട് ആളുകളിലുണ്ട്. പക്ഷേ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റം നമുക്കറിയാം. ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ കാരണന്മാർ ഓരോ മാസങ്ങളിൽ നടുന്ന വിത്തുകൾ അല്ലെങ്കിൽ തൈകൾ അതൊക്കെ കൃത്യമായി ആ സമയങ്ങളിൽ സമയബന്ധിതമായി ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നീതിക്കായി സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരം അട്ടിമറിക്കുന്നതിനായി സർക്കാർ നൽകിയ ഉത്തരവ് താന്യം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കത്തിച്ച് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അവകാശമുന്നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സാധാരണക്കാരായ ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നും ആരോഗ്യ പരിപാലന രംഗത്ത് ഏറെ അധ്വാനിക്കുന്ന ഈ വിഭാഗത്തിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസ് നൽകുമെന്നും പ്രതിഷേധ യോഗം പറഞ്ഞു.
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, കോൺഗ്രസ് നേതാക്കളായ KN വേണുഗോപാൽ, ലൂയിസ് താണിക്കൽ, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി മുടത്തോളി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. ചൊവ്വാഴ്ച ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ എന്നിവ നടത്തി. തുടർന്ന് ദൈവത്തിന് കളം, വീരഭദ്രൻ, വലിയ മുത്തപ്പൻ, ചെറിയ മുത്തപ്പൻ, കരിങ്കുട്ടി എന്നിവർക്ക് കളമെഴുത്തും പാട്ടുമുണ്ടായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അയ്യപ്പസ്വാമിക്ക് പ്രത്യേക പൂജ, അത്താഴപൂജ, തുടർന്ന് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ ദേവിക്ക് കളം, പന്തിരടി പൂജ, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, സമസ്ത മഠാധിപതികൾക്ക് വീത്, തായമ്പക, തുടർന്ന് ദേവിക്ക് രൂപക്കളം, വടക്കും വാതുക്കൽ ഗുരുതി, പ്രസന്ന പൂജ എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി ശരത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവത്തിൽ കഥകളിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കൃഷ്ണനന്ദ VAയെ വസതിയിലെത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആന്റോ തൊറയൻ ആദരിച്ചു. സെന്റ് തോമസ് കോളേജിനെ പ്രതിനിധീകരിച്ചാണ് ഇന്റർസോൺ കലോത്സവത്തിൽ പങ്കെടുത്തത്. ആശാ വർക്കർ സുശീല രാജൻ, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, മജീദ് പോക്കാക്കില്ലത്ത്, രേണുക റിജു, ഷീജ രഘുവർണൻ എന്നിവർ സംസാരിച്ചു. ഞാൻ സെന്റ് തോമസ് കോളേജിൽ തൃശ്ശൂരാണ് പഠിക്കണേ. ഞാനപ്പോൾ അവിടെ ആർട്സിൽ കഥകളി കളിച്ച് ഫസ്റ്റ് കിട്ടിയിട്ടാണ് ഞാൻ ഡിസോണ് പോയത്. എന്നിട്ട് അവിടുന്ന് സെലക്ഷൻ ആയിട്ടാണ് ഇന്റർസോൺ പോയത്. അവിടെ പോയിട്ട് ഫസ്റ്റ് അടിച്ചു. ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്ന് എൻ്റെ വീട്ടുകാർക്കും എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്കും വളരെയധികം നന്ദി. ഫസ്റ്റ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് എന്നെ അഭിനന്ദിക്കാനെത്തിയ എല്ലാവർക്കും, വാർഡ് മെമ്പർക്കും എല്ലാവർക്കും നന്ദി. വലപ്പാട് ലയൺസ് ക്ലബ്ബ് ഓഫ് എക്സലൻസിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. തൃശൂർ IMAയുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പ് നടത്തിയത്. വലപ്പാട് പൈനൂരിലെ ക്ലബ്ബ് ഹൌസിൽ വെച്ച് നടന്ന ക്യാമ്പിൽ 42 പേർ രക്തം ദാനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുഗുണൻ കൊട്ടേക്കാട്ട് അധ്യക്ഷനായി. ലയൺസ് ക്ലബ്ബ് സോണൽ ചെയർമാൻ VS വ്യാസബാബു, റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ്, ക്ലബ്ബ് സെക്രട്ടറി സുരേഷ് പാട്ടാലി, ട്രഷറർ അജിത് വേളയിൽ എന്നിവർ സംസാരിച്ചു. IMA ഡോക്ടർ രാധാകൃഷ്ണൻ രക്തദാനത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ക്ലബിന്റെ മറ്റ് മെമ്പർമാരും IMA പ്രവർത്തകരും ചേർന്ന് ക്യാമ്പിന് നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് വളരെ മഹത്തരമായ ഒരു സേവന പ്രവർത്തനമാണ് നിർവഹിക്കുന്നത്. ബ്ലഡ് രക്തദാനം ഏറ്റവും വലിയൊരു ജീവൻ നിലനിർത്താൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു ഡൊണേറ്റ് ചെയ്യാവുന്നതാണ് ബ്ലഡ്. 350 ml ആണ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ആകെ എടുക്കുന്നത്. പക്ഷേ അത് അവരുടെ ആരോഗ്യത്തിന് കൂടി നല്ലതാണ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് കൂടി ഉപകാരം കിട്ടുന്നൊരു പ്രോജക്റ്റാണത്. വലപ്പാട് എക്സൽ ക്ലബിന് പ്രത്യേക അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് വളരെയേറെ ഉയരങ്ങൾ കീഴടക്കി ഈ ക്ലബിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടൽ മണൽ ഖനനത്തിനെതിരെയുള്ള തീരദേശ ഹർത്താൽ മേഖലയിൽ പൂർണ്ണമായി. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും മഹാശിവരാത്രി ബലിതർപ്പണം നടന്നു.
ആശാവർക്കർമാരുടെ സമരം അട്ടിമറിക്കുന്നതിനായി സർക്കാർ നൽകിയ ഉത്തരവ് കത്തിച്ച് കോൺഗ്രസ് പ്രതിഷേധം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.